PV Anwar MLA ഉടൻ മുഖ്യമന്ത്രിയെ കാണും. 12 മണിക്കാണ് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിരിക്കുന്നത്. അതിനുശേഷം മാധ്യമങ്ങളെ അൻവർ കാണുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വരെ ഉയർത്തിയ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയോട് PV Anwar കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് അറിയുന്നത്. TV പ്രസാദും റിനു ശ്രീധറുമാണ് ഉള്ളത്. റിനു ശ്രീധർ ഇപ്പോൾ MLA ഹോസ്റ്റലിന് മുന്നിലുണ്ട്. റിനു, കൂടിക്കാഴ്ച 12 മണിക്ക് എന്നറിയുന്നു. അതിനുശേഷം അൻവർ മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. എന്താണ് ഇപ്പോൾ, അതിനു മുമ്പ് അദ്ദേഹം എന്തെങ്കിലും മാധ്യമങ്ങളോട് പറയാൻ സാധ്യതയുണ്ടോ? സ്മൃതി, രാവിലെ അദ്ദേഹവുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി കണ്ടതിന് ശേഷം മാത്രമേ മാധ്യമങ്ങളുമായി പ്രതികരിക്കാൻ തയ്യാറുള്ളൂ എന്നുള്ളൊരു വിവരമാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ MLA ഹോസ്റ്റലിന് മുന്നിലാണ്. നമുക്കിപ്പോൾ കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ 11D എന്ന് പറയുന്ന റൂം. അതിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പുറത്തേക്ക് വരും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. 12 മണിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ കുറച്ചു മുമ്പ് അദ്ദേഹവുമായി സംസാരിക്കുമ്പോഴും നിലവിൽ എവിടെ വെച്ചാണ് കാണാം എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടില്ല. സെക്രട്ടേറിയറ്റ് ഓഫീസിലേക്കാണോ, അതേ കണ്ടോൺമെൻറ്റ് ഹൗസിലേക്കാണോ, ക്ലിഫ് ഹൗസിലേക്കാണോ ചെല്ലേണ്ടത് എന്ന് കൃത്യമായി തന്നെ ഒരു വിവരം അല്പസമയത്തിന് അറിയും. അതിനുശേഷം മാത്രമായിരിക്കും ഇവിടെ നിന്ന് പുറപ്പെടുക എന്നുള്ള വിവരമാണ് നമുക്കിനി ലഭിക്കേണ്ടത്. എന്തായാലും അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഏറ്റവും പ്രധാനമായി എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം 2 ദിവസമായി മാധ്യമങ്ങളെ കണ്ട് പുറത്തു പറഞ്ഞ വിവരം. അതിനപ്പുറം എന്തെങ്കിലും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പറയാനുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കും ലഭിക്കുന്ന വിവരം. കാരണം മാധ്യമങ്ങളിലൂടെ പുറത്തു പറയുന്നതിനപ്പുറം എന്തൊക്കെയോ വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തുവാനുള്ള വിഷയമാണ്. അത്രയും അതീവ ഗൗരവമായിട്ടുള്ള വിഷയമാണ് എന്നുള്ളതും മനസ്സിലാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച തന്നെയാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയായി ഇത് കാണാം എന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും എന്നുള്ളതാണ്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് 5-10 മിനിറ്റാണ് അനുവദിക്കുക. ഇത് അതിൽ കൂടുതലുള്ള സമയം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും 12 മണിക്കാണ് കൂടിക്കാഴ്ച. ഇവിടെ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് കുറച്ച് ദൂരം മാത്രം, 1 കിലോമീറ്ററിനകത്ത് ദൂരം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ അതനുസരിച്ചായിരിക്കും ഇവിടെ നിന്ന് ഇറങ്ങുക എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുക. എന്തായാലും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അദ്ദേഹം ഈ MR അജിത് കുമാറിന് എതിരെയുള്ള നടപടികൾ ഈ അന്വേഷണത്തിൽ മാത്രം ഒതുക്കിയതിൽ കൃത്യമായി തന്നെ മുഖ്യമന്ത്രിയോട് അത്തരത്തിലൊരു നീരസം പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഉടൻ തന്നെ അദ്ദേഹം ഈ MLA ഹോസ്റ്റലിലെ 11D നമ്പർ റൂമിൽ നിന്ന് അദ്ദേഹം അല്പസമയത്തിനകം പുറത്തേക്ക് വരും. അൻവർ വീണ്ടും കൂടുതൽ ബോംബുകൾ കയ്യിൽ വെച്ചിട്ടുണ്ടോ എന്നറിയില്ല. മുഖ്യമന്ത്രിയെ കാണാൻ പോവുകയാണ്. അല്പസമയത്തിനകം 12 മണിക്കാണ് അദ്ദേഹത്തിന് സമയം നൽകിയിരിക്കുന്നത്. TV പ്രസാദ്, PV Anwar ഉയർത്തിയ വിവാദങ്ങളിൽ ഇപ്പോൾ സർക്കാർ ആകെ കുലുങ്ങിയിരിക്കുകയാണ്. പ്രതിപക്ഷം മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന അടക്കമുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിക്കാകട്ടെ ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആരോപണമുയർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിക്ക് പോലും സാധിക്കാത്ത രീതിയിൽ അദ്ദേഹം ബലഹീനനായി കാണപ്പെടുന്നു എന്ന് പ്രതിപക്ഷം പറയുകയാണ്. ഉപജാപകരുടെ പിടിയിലാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് PV Anwar ആണ്. അത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയ ഒരു പ്രതികരണം, വാർത്താസമ്മേളനം എന്ന നിലയ്ക്കുള്ള വ്യാഖ്യാനങ്ങൾ ഒരു വശത്ത് വരുന്നു. അപ്പുറത്ത് P. ശശിക്കെതിരെയുള്ള ഒരു തുടക്കമാണ്. P. ശശിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾക്ക് തുടക്കമിടുകയാണ് എന്ന സൂചനകൾ പുറത്തു വരുന്നു. ഇപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് പ്രസാദ്? ഇനി PV Anwar കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ സാധ്യതയുണ്ടോ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം? സ്മൃതി, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാത്തു നിൽക്കുകയാണ്. 12 മണിക്കാണ് കൂടിക്കാഴ്ച സമയം അനുവദിച്ചിരുന്നെങ്കിൽ പോലും പോലീസിൻ്റെ പതിവ് യോഗത്തിലാണ് മുഖ്യമന്ത്രി ഉള്ളത്. DGP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ യോഗത്തിന് ശേഷം PV Anwarന് സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന രീതിയിലുള്ള വിവരം കിട്ടും. അതിനനുസരിച്ച് PV Anwar ഇവിടെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രുതി പറഞ്ഞതുപോലെ ആരോപണങ്ങളുടെ കൊടുങ്കാറ്റാണ് ഉണ്ടായത്. വലിയ പ്രതിസന്ധി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ പരസ്യമായി പൊതുവേദിയിൽ വെച്ച് അന്വേഷണം പ്രഖ്യാപിച്ച ആ ഒരു ആവേശമൊന്നും രാത്രിയായതോടെ ഉണ്ടായില്ല. രാത്രിയായപ്പോൾ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. MR അജിത് കുമാറിനെ മാറ്റി നിർത്താതെ MR അജിത് കുമാറിൻ്റെ കീഴിൽ കൂടിയുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയുള്ള ഒരു അന്വേഷണം എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതുവരെ PV Anwar ഉയർത്തിയ ആരോപണ കൊടുങ്കാറ്റിൽ ആകെ ഉണ്ടായ ഒരു നടപടി എന്ന് പറയുന്നത് ആ സുജിത് ദാസിനുള്ള ഒരു സ്ഥലം മാറ്റം മാത്രമാണ്. അതല്ലാതെ ഒരു നടപടിയിലേക്കും കടന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇന്ന് മുഖ്യമന്ത്രിയോട് അൻവർ എന്ത് പറയുന്നു എന്നുള്ളത്
എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ ആരോപണങ്ങൾ മാത്രമായിരുന്നുവെങ്കിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളുടെ തെളിവടക്കം ഇന്ന് മുഖ്യമന്ത്രിക്ക് പരാതിയായി കൈമാറുമ്പോൾ അതിൻ്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. ഉയർത്തിയ ആരോപണങ്ങൾക്ക് പിറകെ പരാതിയായി മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി അന്വേഷണ സംഘത്തിന് അത് പരിഗണിക്കേണ്ടി വരും. അങ്ങനെ അന്വേഷണ സംഘം അത് പരിഗണിക്കുമ്പോഴും എത്തരത്തിൽ അന്വേഷണം മുന്നോട്ട് നീങ്ങും എന്ന കാര്യത്തിൽ എല്ലാവർക്കും ആശങ്കയുണ്ട്. കാരണം ക്രമസമാധാന ചുമതലയുള്ള MR അജിത് കുമാറിനെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. MR അജിത് കുമാർ ഇപ്പോഴും ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്.